ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളുടെ തോത് ഗണ്യമായി വർദ്ധിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നുകളിലെ IDFിൻ്റെ ബേസായ നോബാറിൽ കഴിഞ്ഞ ദിവസം തുടർച്ചയായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സ്ഫോടനങ്ങൾ ഒന്നോ രണ്ടോ അല്ല, മറിച്ച് 50-ലധികം കത്യൂഷ റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിടുകയും കൂടി ചെയ്തതോടെ ഈ സംഭവത്തിന് ആധികാരികത കൈവന്നിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ബോംബ് വീണാൽ പൊട്ടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബോംബ് ചവച്ചരച്ച് തിന്നാലും ഒന്നും പറ്റില്ല എന്നും ഇസ്രായേൽ എന്ന രാജ്യം, ആ രാജ്യത്തോട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാ രാജ്യങ്ങളെയും പോലെ സമാധാനമായി പോകട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഇസ്രായേൽ മാത്രം ദൈവത്തിൻ്റെ രാജ്യവും ബാക്കിയുള്ളതൊക്കെ മറ്റെന്തോ ആണ് എന്ന മട്ടിൽ, അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന മട്ടിലൊക്കെ നടത്തുന്ന പ്രചാരണങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ വരുന്ന ഈ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറഞ്ഞതൊക്കെയും ഒന്ന് ശ്രദ്ധിക്കുക. ഇസ്രായേലിനും വലിയ തോതിലുള്ള തിരിച്ചടികളും തകർച്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഏറ്റവും പുതിയത് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോജിസ്റ്റിക് ബേസാണ് ഈ ഗോലാൻ കുന്നുകളിലെ നോബാറിലുള്ള ബേസ്. ഇവിടേക്കാണ് കത്യൂഷ റോക്കറ്റുകൾ തുടർച്ചയായി പ്രയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഒരു വലിയ ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഈ പ്രദേശത്ത് റോക്കറ്റുകൾ വന്നു പതിക്കുന്ന ദൃശ്യങ്ങളടക്കം ഹിസ്ബുള്ള ലീക്ക് ചെയ്തിട്ടുണ്ട്. കത്യൂഷ റോക്കറ്റുകൾ തന്നെയാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവരുടെ സോഴ്സുകൾ ഉപയോഗിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റഫയിലും അതുപോലെ തന്നെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലുമൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം ശക്തമായിക്കൊണ്ടിരിക്കുന്ന, അതായത് ഒരു തരത്തിലും ഹമാസിനെ വെറുതെ വിടില്ല, റഫയിലെ അഭയാർത്ഥികളായാലും ജബലിയ ക്യാമ്പിലെ അഭയാർത്ഥികളായാലും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല, ഒരു മാനുഷിക മൂല്യങ്ങൾക്കും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആഹ്വാനപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു വശത്ത് റഫയിലും ജബലിയയിലുമൊക്കെ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് അതിനൊക്കെയുള്ളൊരു മറുപടി എന്ന നിലയിൽ കൂടി ഇത്തരത്തിൽ ഒരു പ്രത്യാക്രമണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സവിശേഷമായി എന്ന് വിളിക്കാവുന്ന ഒരു ആക്രമണം ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ സവിശേഷമായ എന്ന പദം ഉപയോഗിക്കാൻ കാരണം ഹിസ്ബുള്ള ഇത്തരത്തിൽ കടന്ന കൈ ആക്രമണങ്ങൾ നടത്തുന്നത് വളരെ അപൂർവമായാണ്. ഇതിനു മുമ്പ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ലക്ഷ്യമിട്ടൊക്കെ, അതുപോലെ തന്നെ ഇറാൻ്റെ കോൺസുലേറ്റിലേക്ക് ഒക്കെ നടത്തിയ, സിറിയയിലെ കോൺസുലേറ്റിലേക്ക് ആക്രമണം നടത്തിയ സമയത്തൊക്കെയാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്ക് തുടർച്ചയായി വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ആക്രമണം, കടുത്ത ആക്രമണം ഇപ്പോൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒന്ന് ജബലിയയിലെയും റഫയിലെയും ഒക്കെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും അഭയാർത്ഥികൾക്ക് നേരെയും ഒക്കെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നിർത്തണം എന്ന് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നൊരു പശ്ചാത്തലമാണ്. രണ്ടെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ലെബനനിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി അവിടെ ഹമാസിൻ്റെ ഒരു നേതാവിനെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് നേരെയും ചില ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേൽ കുറെ കൂടി കടുപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന ഒരു സൂചന, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുക്കുന്ന വിധത്തിലായിരിക്കണം ഇത്തരത്തിൽ ഒരാക്രമണം ഉണ്ടാകുന്നത്. ഇതോടൊപ്പം 17-ാം തീയതി മറ്റൊരാക്രമണം കൂടി ഇപ്പോൾ നടന്നതായി ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ നഗരമായ ഗലീലിയിലേക്ക് 75 ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു കൂട്ടാക്രമണവും തങ്ങൾ നടത്തിയെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഈ ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഗലീലിയിലേക്കുള്ള ആക്രമണം എയർ ഡിഫൻസ് ഉപയോഗിച്ച് ചെറുക്കാനായി എന്ന് ഇസ്രായേൽ പറയുമ്പോഴും വലിയ തോതിലുള്ളൊരു ആക്രമണം ഇസ്രായേലിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതിനിടയിൽ 2 ഇസ്രായേലികൾക്ക് പരിക്കേറ്റു എന്നും, അതായത് അപ്പർ ഗലീലിയയിലേക്ക് നടന്ന ആക്രമണത്തിൽ 2 ഇസ്രായേലികൾക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതായത് IDFും ഹിസ്ബുള്ളയും തമ്മിൽ വലിയൊരു യുദ്ധമുഖം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് തുടർച്ചയായി ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. മുമ്പ് പലപ്പോഴും നോർത്തേൺ ഇസ്രായേലിലേക്ക് ചെറുതും വലുതുമായ റോക്കറ്റുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഒക്കെ ഹിസ്ബുള്ള അയക്കാറുണ്ട്. പലതും ഇസ്രായേൽ സൈന്യം തവിടുപൊടിയാക്കാറുണ്ട്. ഇത് വന്ന സ്ഥലത്തേക്ക് പ്രത്യാക്രമണവും ഇസ്രായേൽ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ
ഈ ഡ്രോണുകളുടെയും റോക്കറ്റുകളുടെയും എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 50 റോക്കറ്റുകൾ, കത്യൂഷ റോക്കറ്റുകൾ ഒറ്റയടിക്ക് ഹിസ്ബുള്ള പ്രയോഗിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡ്രോണുകൾ 75ഓളം ഡ്രോണുകൾ ഒന്നിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിൻ്റെ പ്രകടമായ സൂചനയാണ്. ഈ എയർ അറ്റാക്കുകളുടെ എണ്ണം ഹിസ്ബുള്ള കൂട്ടിയിട്ടുണ്ട് എന്നും അത് വലിയ തിരിച്ചടിയിലേക്ക്, ഇസ്രായേലിനതൊരു വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക്, ഒരു അപകടമാകുന്ന നിലയിലേക്ക് വളരും എന്നുമുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോ ഗലൻറ്റും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ എയർ അറ്റാക്കുകളുടെ എണ്ണം ഹിസ്ബുള്ള കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രതിരോധ മന്ത്രി യോ ഗലൻറ്റ് അദ്ദേഹം ലെബനൻ അതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അതായത് ലെബനൻ്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ നോർത്തേൺ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട സൈനിക പോസ്റ്റുകളിലൊക്കെ ഡ്യൂട്ടി നിർവഹിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി യോ ഗലൻറ്റ് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, വടക്കൻ അതിർത്തിയിലുള്ള ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കുകയാണ്. അതായത് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ പരിധി വിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു കൊടുമ്പിരിക്കൊണ്ട യുദ്ധം ചിലപ്പോൾ വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളോട് കൂടുതൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ് എന്നാണ് യോ ഗലൻറ്റ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ യുദ്ധമുണ്ടായാൽ, അതായത് ഹിസ്ബുള്ളയുമായൊരു യുദ്ധമുണ്ടായാൽ, അതും ഇപ്പോഴുള്ളതിനേക്കാൾ കടുത്ത നിലയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ ശക്തമായാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നും ആ യുദ്ധത്തിന് എല്ലാവരും വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് യോ ഗലൻറ്റ് പറയുന്നത്. ഹിസ്ബുള്ളയുമായി യുദ്ധം നീണ്ടാൽ അത് വലിയ ദുരന്തങ്ങൾക്ക് വരെ കാരണമായേക്കുമെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. അതിന് ഞങ്ങളും, അതായത് ഇസ്രായേലും വലിയ വില കൊടുക്കേണ്ടതായി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് യോ ഗലൻറ്റ് പറയുമ്പോൾ, ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ അത് വർദ്ധിക്കുകയാണ്. ഇസ്രായേലും ഒരു ഭീഷണിക്ക് നടുവിലാണ്. ഇസ്രായേലിലെ ജനങ്ങളും പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. അതുകൊണ്ട് തന്നെ കടുത്ത യുദ്ധത്തിലേക്ക് പോകുന്നത് എല്ലാവരും ഒഴിവാക്കണം എന്ന് യോ ഗലൻറ്റ് പറയുകയാണ്. എന്തും സംഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലിലും അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കരുതിയിരുന്നേ പറ്റൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട് എന്നും യോ ഗലൻറ്റ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തുമ്പോൾ അത് ഇസ്രായേലിനെയും വിറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വ ഭീഷണിയിലേക്ക് എത്തി എന്ന് അവർക്ക് തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു വശത്ത് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഫയിലേക്കും ജബലിയയിലേക്കുമൊക്കെ തോന്നിയതുപോലെ IDFൻ്റെ സൈനികരെ അയച്ച് കൂട്ടക്കുരുതി നടത്തുമ്പോൾ 15,000-ഓളം കുഞ്ഞുങ്ങളൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവിട്ട, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കിരാതമായ മുഖം ലോകം ചർച്ച ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? ഹമാസിനെ തീർക്കാനാണെങ്കിൽ ഹമാസ് തീർന്നിട്ടില്ല, ഹിസ്ബുള്ളയെ നിലയ്ക്ക് നിർത്താനാണെങ്കിൽ ഹിസ്ബുള്ളയും പിന്നോട്ട് പോയിട്ടില്ല. ഇനി ഇറാനെ പാഠം പഠിപ്പിക്കാനാണെങ്കിൽ ഇറാനും യുദ്ധമുഖത്തുണ്ട്. റഷ്യയും ചൈനയും ഒക്കെ ഇറാനും ഒക്കെ ചേർന്ന് ഇപ്പോൾ ഇസ്രായേൽ വിരുദ്ധ ചേരി വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇസ്രായേലിനുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾ രൂക്ഷമാവുകയാണ്. ക്രൈം മിനിസ്റ്റർ എന്നൊക്കെ നെതന്യാഹുവിനെ വിളിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയും അതുപോലെ തന്നെ നെതന്യാഹുവിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ അവിടെ വലിയ സംഘർഷങ്ങൾ, അതായത് വലിയ പ്രതിഷേധങ്ങളും അതേ തുടർന്നുള്ള സംഘർഷങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ സ്വന്തം നാട്ടിലെ ജനങ്ങളെപ്പോലും കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത യുദ്ധക്കൊതിയനായ ഒരു പ്രധാനമന്ത്രി, ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് നെതന്യാഹുവിൻ്റെ ടാഗ് ലൈൻ മാറുകയാണ്. ഇനി യുദ്ധം കൊണ്ട് എന്താണ് ഗുണമുണ്ടായത് എന്ന് ചോദിച്ചാൽ, ബന്ദികളെ വീണ്ടും കിട്ടാൻ പോലും കഴിയാത്ത ഒരു യുദ്ധം 7 മാസക്കാലമായി മുഴുവൻ സമ്പത്തും സൈനിക സംവിധാനങ്ങളും ചങ്ങാത്ത രാജ്യങ്ങളുടെ സഹായവും അമേരിക്കയുടെ പിന്തുണയും ഒക്കെയായി ഈ യുദ്ധം നടത്തിയിട്ടും 7 മാസം പിന്നിട്ട് 8-ാം മാസത്തിലേക്ക് കടന്നിട്ടും യാതൊരു തരത്തിലുള്ള ബന്ദികളെ വീണ്ടും കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഹമാസിൻ്റെ ഒരു തലവന്മാരെയും വേണ്ട വിധത്തിൽ തീർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ആ തലവന്മാരൊക്കെ ഇപ്പോഴും ഈ ഖത്തറുമായും മറ്റ് രാജ്യങ്ങളുമായും ഒക്കെയുള്ള വെടിനിർത്തൽ കരാറിൽ വന്ന് പങ്കെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പരിപൂർണമായി എന്തിനു വേണ്ടി എന്നറിയാത്ത നിലയിലേക്ക് ഈ യുദ്ധം മാറുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം പോലും അപകടത്തിലാണ് എന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രി ഹിസ്ബുള്ളയുടെ യുദ്ധം മുൻനിർത്തി പറയുമ്പോൾ തീർച്ചയായും അപകടത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ എന്നു തന്നെ പറയേണ്ടി വരും. സുരക്ഷിതത്വം കുറയുകയാണ് ഇസ്രായേലിലേക്ക് എന്ന വിലയിരുത്തലേക്ക് എത്തേണ്ടിയും വരും.